ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ഹൈറാസ് കൗജു. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ ആയിട്ടാണ് വന്നത്. മൈസെൽഫ് നൂറ ഫ്രം കൊല്ലമാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്നൊരു പ്ലേസിലാണ് എൻ്റെ മാരേജ് ചെയ്തേക്കുന്നത്. എൻ്റെ സ്ഥലം പ്രോപ്പറായിട്ട് കാരാളിയോളമാണ്. അപ്പം എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വാപ്പ 2 സഹോദരങ്ങളുണ്ട്. അപ്പം 2 ബ്രദേഴ്സിൽ മൂത്താളുടെ മാരീഡാണ്. അപ്പം ആൾക്കൊരു മോനുണ്ട്. പിന്നെ ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡ് അബ്രോഡാണ്. എനിക്കും ഒരു മോളുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ഇൻട്രോ ആയിട്ട് വന്നതാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. പിന്നെ ഒരുപാട് കണ്ടൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് ഇൻട്രോ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു ഹോബി മുന്നിൽ വെച്ചിട്ടുണ്ടാണ്. വരുന്നതല്ല, ഇത് ഞാനിപ്പോൾ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോളി ഖുറാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഹോളി ഖുറാൻ എപ്പോഴും സേഫാക്കി വെക്കുക, അതിൽ പോറലൊന്നും വരാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഗ്ലിറ്റർ ഷീറ്റ്, ഗിഫ്റ്റ് പേപ്പർ, അങ്ങനെ ഓരോ ഷീറ്റസ് യൂസ് ചെയ്ത് അത് ബൈൻഡ് ചെയ്യാറുണ്ട്. കുറേ ആയിട്ട് വെൽവെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഞാൻ കുറേ ആയിട്ട് കാണുന്നുണ്ട്. ഗിഫ്റ്റ് പേപ്പർ യൂസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ബൈൻഡ് ചെയ്യുമെങ്കിലും ആദ്യമായിട്ടാണ് ഈ വെൽവെറ്റ് ക്ലോത്ത് കൊണ്ട് ബൈൻഡ് ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റാണ്. ഗ്ലിറ്ററിൻ്റെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഷീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് പുറത്തോട്ട് ഇട്ടില്ല എങ്കിൽ ബൈൻഡ് വേഗം നശിച്ചു പോകും. പക്ഷേ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ വെൽവെറ്റ് വെച്ച് നന്നായിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സേഫായിട്ട് ഇരിക്കും. പിന്നെ നല്ല നല്ല കെയർ ചെയ്യുക. കാരണം ഒരിക്കലും ഖുർആൻ ഷരീഫ് നമ്മൾ തറയിലോ അല്ലെങ്കിൽ പില്ലോയിൽ നമുക്ക് അഥവാ കയ്യിൽ പിടിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ 2-3 പില്ലോ അടുക്കി വെച്ചിട്ട് അതിന് മുകളിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനെ ബഹുമാനിക്കുക. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോയ്ക്ക് അധികം ക്യാമറ ക്വാളിറ്റി ഒന്നും ഇല്ലയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഫേസ് റിവീൽ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. യൂട്യൂബിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ പതിയെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കാം, നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നന്നായിട്ട് വീഡിയോസ് ചെയ്തിടുന്നതായിരിക്കും. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.